നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ പ്ലേറ്റ് ഗേർഡേഴ്സിനെ പറ്റിയാണ്. IS 800 2007 സെക്ഷൻ 8 പ്ലേറ്റ് ഗേർഡേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. വീഡിയോയിൽ എന്താണ് പ്ലേറ്റ് ഗേർഡർ, പിന്നെ ഒരു പ്ലേറ്റ് ഗേർഡറിന്റെ ഡിസൈൻ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പ്ലേറ്റ് ഗേർഡർ? പ്ലേറ്റ് ഗേർഡർ ബേസിക്കലി ഒരു ബിൽഡപ്പ് ഐ സെക്ഷൻ ആണ്. അതായത് ഒരു ടോപ്പ് ഫ്ലാഞ്ച് ഉണ്ട്, ഒരു ബോട്ടം ഫ്ലാഞ്ച് ഉണ്ട്, ഒരു വെബ് ഉണ്ട്. ഇത് ബേസിക്കലി ചിലപ്പോ വെൽഡഡ് പ്ലേറ്റ് ഗേർഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻ ഒക്കെ ഉപയോഗിച്ച് ബോൾട്ടഡ് പ്ലേറ്റ് ഗേർഡേഴ്സും ആകാം. നമ്മുടെ സ്ട്രെങ്തിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് വെൽഡഡോ അല്ലെങ്കിൽ ബോൾട്ടഡോ ഉപയോഗിക്കാം. ഹൈവേ ബ്രിഡ്ജസിന് അല്ലെങ്കിൽ റെയിൽവേ ബ്രിഡ്ജസിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പ്ലേറ്റ് ഗേർഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ യൂഷ്വൽ ബീമിനേക്കാളും ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലോങ്ങർ സ്പാനിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്ലേറ്റ് ഗേർഡേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ നമുക്കൊരു ഡിസൈൻ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ എ വെൽഡഡ് പ്ലേറ്റ് ഗേർഡർ ഓഫ് 24 മീറ്റർ സ്പാൻ. 24 മീറ്റർ സ്പാൻ ഉള്ളൊരു ഡിസൈൻ ചെയ്യുക. എന്താ പ്ലേറ്റ് ഗേർഡർ ഡിസൈൻ ചെയ്യുക, ഒരു വെൽഡഡ് പ്ലേറ്റ് ഗേർഡർ ഡിസൈൻ ചെയ്യുക. It has to support a uniform load of 100 kN per meter. 100 kN per meter ലോഡ് ഇത് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിനകത്ത് എക്സ്ക്ലൂസീവ് ഓഫ് സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 100 kN എന്ത് വരില്ല? നമ്മുടെ സെൽഫ് വെയിറ്റ് വരില്ല, പ്ലേറ്റ് ഗേർഡറിന്റെ സെൽഫ് വെയിറ്റ് വരില്ല. അപ്പോൾ ഇതെന്ത് തന്നെയാണ്? നമ്മുടെ ഇമ്പോസ് ലോഡാണ്. പിന്നെ പറയുന്നുണ്ട് ഡിസൈൻ ദ ഗേർഡർ വിത്തൗട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റിഫനർ. സ്റ്റിഫനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പോർഷനിൽ വേറെ ഫ്ലാറ്റ് സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കും? അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അത് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടാനും കൂടുതൽ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിഫ്നെസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉള്ള സ്റ്റിഫനറിന്റെ ആവശ്യമില്ല. എൻഡ് പോർഷൻസിലുള്ള സ്റ്റിഫനർ മതി, ഡിസൈൻ ചെയ്താൽ മതി. പ്ലേറ്റ് ഗേർഡർ ഡിസൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഫാക്ടേർഡ് ലോഡാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇമ്പോസ്ഡ് ലോഡാണ്. അപ്പോൾ അതിനകത്ത് എന്ത് കണ്ടെത്തണം? ആദ്യം സെൽഫ് വെയിറ്റ് കണ്ടെത്തണം. അപ്പോൾ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ WL/400. ഇവരുടെ W എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ ആയിരിക്കണം. കിലോ ന്യൂട്ടൺ. ക്വസ്റ്റ്യനിലെ 100 എത്രയാണ്? പെർ മീറ്ററിലാണ്. സോ 100 × 24 × 24/400. ഇത് 144 എന്ന് കിട്ടും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും പെർ മീറ്ററിലൊക്കെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാറ്. സോ ഈ സെൽഫ് വെയിറ്റ് എന്തിലേക്ക് മാറ്റി? പെർ മീറ്ററിലേക്ക്. 24 ചെയ്തപ്പോൾ 6 kN per മീറ്ററിലേക്ക് കിട്ടി. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഇമ്പോസ് ലോഡ് പ്ലസ് സെൽഫ് വെയിറ്റ് 100 + 6 106. നമ്മൾ യൂഷ്വലി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഫാക്ടേർഡ് ലോഡിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഫാക്ടർ ലോഡ് കാണാൻ ടോട്ടൽ ലോഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മളോട് ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? 1.5. 106 ന് 1.5 159 kN per meter എന്ന് കിട്ടി. നമ്മൾ കാണാൻ പോകുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. UDL ആണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL²/8. ഇവിടെ W-ന്റെ യൂണിറ്റ് എന്താണ്? kN per മീറ്ററിലാണ്. സോ നമ്മുടെ കാൽക്കുലേഷൻ 159 × 24 × 24/8 11488 kN മീറ്റർ എന്ന് കിട്ടി. അതിന് നമ്മൾ M ആക്കി എടുത്തു. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് മാക്സിമം ഷിയർ ഫോഴ്സ് ആണ്. മാക്സിമം ഷിയർ ഫോഴ്സ് WL/2. ഇവിടെ WL/2. അപ്പോൾ 159 × 24/2 1908 kN ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഷിയർ ഫോഴ്സ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിസൈനിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് വെബ് ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഡെപ്ത്, വെബിന്റെ ഡെപ്ത്, ഒപ്റ്റിമം ഡെപ്തിന് ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ഇത്. MK/FY⁻⁻3. അതിൽ M നമ്മുടെ ഈ മൊമെന്റ് ആണ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്. K എന്താന്ന് ഞാൻ പറയാം. ഇനി FY എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഈൽഡ് സ്ട്രെസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് FY 250 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ട്രാൻസ്ഫർ സ്റ്റിഫ്നെസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ സ്റ്റിഫ്നെസ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, രണ്ട് ക്രൈറ്റീരിയാസ്. നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെ എന്താണെന്ന് മനസ്സിലായില്ലേ? കെ ഈസ് ഈക്വൽ ടു ഡി ബൈ ടി ഡബ്ല്യു ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 എപ്സിലോൺ. എപ്സിലോണിന്റെ വാല്യൂ 1 ആണ്, അപ്പോൾ 200 നീട്ടി. ഈ ക്ലോസ് എന്ന് പറയുന്നത് IS കോഡിലെ പേജ് നമ്പർ 63 സർവീസബിലിറ്റി ക്രൈറ്റീരിയ ക്ലോസ് 8.6.1.1 ആണ്. അപ്പൊ ഈ ക്ലോസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്ലോസും കൂടെ ഉണ്ട്, അത് പേജ് നമ്പർ 64 ഫ്ലാഞ്ച് ബക്ലിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. അതിലും പറയുന്ന കെന്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 345 എന്നാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു കെന്റെ വാല്യൂ 180 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തു. 180 ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് എം കിട്ടി, കെ കിട്ടി, FY അറിയാം. അപ്പൊ നമുക്ക് ഡെപ്ത് കണ്ടെത്തിക്കൂടെ? 11448 into 180 ഡിവൈഡ് ബൈ 250. നമുക്ക് യൂണിറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത്. സോ നമുക്ക് 2022 mm കിട്ടി. അതിന് നമുക്ക് ഒരു 2000 mm ആക്കി എടുത്തു ഡെപ്ത്. അപ്പൊ ഡെപ്ത് കിട്ടി. ഇനി അടുത്ത് എന്താ വേണ്ടത്? വെബിന്റെ തിക്നെസ്. തിക്നെസ്സിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. തിക്നെസ്സിന്റെ ഇക്വേഷൻ m/FY into k square the whole raised to 1/3. m/FY k square the whole raised to 1/3. ഇതില് എല്ലാം നമുക്കറിയാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 11.22 mm കിട്ടി. ഞാനതിനെ ഒന്ന് വലിയ വാല്യൂക്ക് എടുത്തിട്ട് 16 mm ആക്കി ഞാൻ എന്ത് ചെയ്തു? എടുത്തു, അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് വെബ് എന്താന്ന് കിട്ടി? പ്രൊവൈഡ് എ വെബ് ഓഫ് 2000 into 16 mm എന്ന് കിട്ടി. ഇത് ഞാൻ മുന്നേ പറഞ്ഞ ഫ്ലാഞ്ച് ബക്ലിംഗ് ക്രൈറ്റീരിയ ഒന്ന് കാണിച്ചേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഫ്ലാഞ്ച് ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ഏരിയ, ഫ്ലാഞ്ചിന്റെ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്: m into gamma m naught by FY into D. m into gamma m naught by FY into D. m നമുക്കറിയാം. ഗാമ എം നോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.1 ആണ്. പേജ് നമ്പർ 30 നമ്മുടെ IS കോഡില് പേജ് നമ്പർ 30 റെസിസ്റ്റന്റ് ഗവേൺഡ് ടേബിൾ 5 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ടേബിളില് നമ്മൾ ഗാമ എം നോട്ടിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. 1.1 ആണ് വാല്യൂ. അപ്പൊ നമുക്ക് ഏരിയ എത്ര കിട്ടി? 25185.6 mm² എന്ന് കിട്ടി ഏരിയ. ഇനി ചെറിയൊരു അസംഷൻ ആണ്. ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചിനെ 0.3 ഓഫ് ഡെപ്ത് ഓഫ് വെബ് ആക്കി അസ്യൂം ചെയ്തു. ചെറിയൊരു അസംഷൻ ആണ്. ഓക്കെ, അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് കിട്ടി. അപ്പോ ഇനി തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് കാണാലോ. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലാഞ്ച് ബൈ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. ഏരിയ ഓഫ് ഫ്ലാഞ്ച് അറിയാം, ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് അറിയാം. അപ്പൊ നമുക്ക് തിക്നെസ് കണ്ടെത്താലോ. തിക്നെസ് എത്ര കിട്ടി? 41.9 എന്ന് കിട്ടി. അതിനെ 50 mm ആക്കി എടുത്തു. അപ്പൊ നമുക്ക് എന്താണ്? ഫ്ലാഞ്ചിനെ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഫ്ലാഞ്ച് എന്താണ്? പ്രൊവൈഡ് എ ഫ്ലാഞ്ച് ഓഫ് 600 into 50 mm എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേറ്റ് ഗേർഡർ കിട്ടി. പ്ലേറ്റ് ഗേർഡറിന്റെ ഫ്ലാഞ്ച് 600/50, നമ്മുടെ വെബ് 2000/16 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ സെക്ഷൻ ഇപ്പൊ കിട്ടിയ സെക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ പോകും. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്ഷൻ, ഇപ്പൊ പേജ് നമ്പർ 18 IS കോഡിലെ പേജ് നമ്പർ 18 നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ടേബിള്. ഈ ടേബിള് നമുക്ക് കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെൽഡഡ് സെക്ഷൻ ഒരു റേഷ്യോ പറയുന്നുണ്ട് B/TF. B/TF എന്ന് പറഞ്ഞാൽ BF - TW/2TF ആണ്. ഇസ് ഈക്വൽ ടു 600 - 16/2 in 50. നമുക്ക് 5.84 എന്ന് കിട്ടി. ഈ B/TF 8.4 എപ്സിലോണ് താഴെയാണെന്നുണ്ടെങ്കിൽ 8.4 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻ എന്താണ്? പ്ലാസ്റ്റിക് സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് വാല്യൂ 5.84 കിട്ടിയുള്ളൂ. നമ്മുടെ സെക്ഷൻ എന്താണ്? പ്ലാസ്റ്റിക് സെക്ഷൻ ആണ്. ഇനി നമുക്ക് ആദ്യത്തെ ചെക്കിലേക്ക് പോവാം. ചെക്ക് ഫോർ ഷിയർ. ഷിയറിന്റെ ചെക്ക് പേജ് നമ്പർ 59 8.4.2.2 ക്ലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക്
ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. നമ്മൾ ഈ ബേസിക്കലി ഫസ്റ്റ് മെത്തേഡ് സിമ്പിൾ പോസ്റ്റ് ക്രിട്ടിക്കൽ മെത്തേഡാണ് യൂഷ്വലി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി സെക്കൻഡ് മെത്തേഡ് ടെൻഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്ന് എടുത്തു പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ യൂസിങ് സിമ്പിൾ പോസ്റ്റ് ക്രിട്ടിക്കൽ മെത്തേഡ്, അതിൽ Vn is equal to VCR. Vn എന്ന് പറയുമ്പോൾ നമ്മുടെ നോമിനൽ ഷിയർ സ്ട്രെങ്ത് ആണ് Vn is equal to VCR. അപ്പോൾ അതിനകത്ത് നമ്മൾ VCR is equal to AV into ടോബി വേണമെന്നുണ്ടെങ്കിൽ ലാംഡ വേണമെന്നുണ്ടെങ്കിൽ ടോസിആർ വേണം. നമ്മൾ അതിൽ ടോസിആർ എന്താ നോക്കാം. ടോസിആറിന് നമ്മൾ എലാസ്റ്റിക് ക്രിട്ടിക്കൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. എലാസ്റ്റിക് ക്രിട്ടിക്കൽ ഷിയർ സ്ട്രെസ്. ടോസിആറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KV പൈ സ്ക്വയർ E by 12 into 1 minus mu square into K square ആണ്. അപ്പോൾ നമുക്ക് KVന്റെ വാല്യൂ 5.35 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പൈയെ അറിയാം, ഇന്റെ വാല്യൂ യങ്സ് മോഡുലസ് 2 into 10⁵ ആണ്. മ്യൂ പോയിസൺ റേഷ്യോ 0.3. സോ നമുക്ക് ഇതിന്റെ വാല്യൂ എത്ര കിട്ടി? ടോസിയാന്റെ വാല്യൂ 61.89 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഞാൻ ആ പേജിൽ VCR ഈക്വൽ ടു AV into ടോബി. ഇപ്പൊ ടോബി കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാംഡ വേണമെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് വേണം? ടോസിആർ വേണം. ടോസിആറിന്റെ ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ചെയ്തത് അതിൽ മ്യൂ പറയുന്നുണ്ട്, പോയിസൺ റേഷ്യോ 0.3 ആണ്. KV നമ്മൾ ട്രാൻസ്ഫർ സ്റ്റിഫ്നെസ് അറ്റ് എൻഡിൽ മാത്രം, സപ്പോർട്ട്സിൽ മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 5.35. അങ്ങനെയാണ് നമുക്ക് ടോസിയാന്റെ വാല്യൂ കിട്ടിയത്. അപ്പൊ ടോസിയാന്റെ വാല്യൂ കിട്ടി. നമ്മൾ കാണാൻ പോകുന്നത് ലാംഡ. ഈ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് സ്ലെൻഡർനെസ് റേഷ്യോ, നോൺ ഡൈമെൻഷണൽ വെബ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ് എന്ത്? ലാംഡ. ലാംഡയുടെ ഇക്വേഷൻ കിടക്കുന്നത് അതിൽ നമുക്ക് ടോസിയാർ അറിയാം, FYW അറിയാം 250 ആണ്. FY ആണ് FYW എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1.2 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോബിയുടെ വാല്യൂ എന്താണ്? ഇക്വേഷൻ എന്താണ്? ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1.2 കൂടുതലാണ്. സോ ഷിയർ സ്ട്രെസ് കറസ്പോണ്ട് ടു ബക്ലിംഗ്. ടോബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ, FYW by √3 ലാംഡ സ്ക്വയർ ആണ്. സോ FY 250 എന്നറിയാം, √3 ലാംഡ വാല്യൂ നമുക്ക് അറിയാം 1.52. ടോബിയുടെ വാല്യൂ 62.47 എന്ന് കിട്ടി. ടോബി കിട്ടി. ഇനി AV എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഇൻറ്റു ടോW. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബിന്റെ അല്ല, നമ്മുടെ ടോട്ടൽ പ്ലേറ്റ് ഗാർഡറിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അതാണ് 2100 വന്നത്. അപ്പോൾ 2000 രണ്ട് സൈഡിൽ, മുകളില് ഫ്ലാഞ്ച് 50, താഴെയും ഫ്ലാഞ്ച് 50, അങ്ങനെയാണ് 2100 വന്നത്. തിക്നെസ് ഓഫ് വെബ് 16, ടോബി 62.47. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 2098 കിട്ടി. 2098 കിട്ടി. നമ്മൾ കണ്ടെത്തിയ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 1098 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടുതലാണ്. സോ നമ്മുടെ ഇത് ഓക്കെയാണ്. നമുക്ക് ഇതിൽ കൊടുക്കേണ്ട ഷിയർ ഫോഴ്സ് 1098 ആണ്. പക്ഷെ നമ്മൾ പ്ലേറ്റ് ഗാർഡറിന് 2098 എടുക്കാൻ പറ്റും. സോ എന്താണ്? ചെക്ക് ഓക്കെയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്ക് ഫോർ ബെൻഡിങ്, പേജ് നമ്പർ 53, IS കോഡിലെ പേജ് നമ്പർ 53, ക്ലോസ് 8.2.1.2. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്തിന്റെ ഇക്വേഷൻ. βB ZP FY by gamma m naught. ഇതിൽ βBയുടെ വാല്യൂ 1 ആണ്. നമ്മുടെ സെക്ഷൻ പ്ലാസ്റ്റിക് സെക്ഷൻ അല്ലേ. ZP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡലായി. FY 250 Nm², ആണ്. ഗാമ m നോട്ടിന്റെ വാല്യൂ 1.1. പേജ് നമ്പർ 30, IS കോഡിലെ പേജ് നമ്പർ 30 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. ഇത് നമുക്ക് ZP പ്ലാസ്റ്റിക് സെക്ഷൻ മോഡലസ് അറിയില്ല. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡലസിന്. ഇക്വേഷൻ ഇതാണ്, 2 into BF into TF into D minus TF by 2. അതിൽ 2 into breadth of flange, ഫ്ലാഞ്ചിന്റെ breadth, thickness of flange into depth of the plate girder, total depth minus thickness of flange by 2. സോ എല്ലാ വാല്യൂസും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 61.5 into 10⁶ mm³ എന്ന് കിട്ടും. നമുക്ക് MD കാണാനുള്ള, ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് കാണാനുള്ള എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്.
സോ നമുക്ക് എം ഡി കണ്ടെത്താം. അപ്പോൾ എം ഡി നമുക്ക് കിട്ടി 1397.27 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇത് നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അതിനേക്കാളും എന്താണ് കൂടുതലാണ്. സോ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്ലാഞ്ച് ടു വെബ് കണക്ഷൻ ആണ്. ഫ്ലാഞ്ച് ടു വെബ് കണക്ഷൻ, അതിന് നമ്മൾ വേണ്ട ടേം എന്ന് പറയുന്നത് QW. QW എന്ന് പറഞ്ഞാൽ VAF ഇൻറ്റു Y ബാർ ബൈ 2I. അതിൽ V എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ്, ഏരിയ ഓഫ് ഫ്ലാഞ്ച്, ഷിയർ ഫോഴ്സ് ഏരിയ ഓഫ് ഫ്ലാഞ്ച്. Y ബാർ എന്ന് പറഞ്ഞാൽ സെൻട്രോയുടെ ഡിസ്റ്റൻസ്, ഫ്ലാഞ്ചിന്റെ സെന്ററിൽ നിന്ന് വെബിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, സെൻട്രോയുടെ ഡിസ്റ്റൻസ്. I മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പ്ലേറ്റ് ഗാർഡ് ഓർ ദ I സെക്ഷൻ. അപ്പൊ നമുക്ക് ഓരോന്ന് കാണാം. ആദ്യം നമ്മൾ I ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ I എങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നോക്ക്. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആക്കി അസ്യൂം ചെയ്യാം. ആ റെക്ടാങ്കുലർ സെക്ഷന്റെ I കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ഈ വേക്കൻറ്റ് സ്പേസിന്റെ I കുറച്ചാൽ പോരെ. അപ്പോ റെക്ടാങ്കുലർ സെക്ഷന്റെ I എന്താണ്? BD ക്യൂബ് ബൈ 12 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ഇൻറ്റു ടോട്ടൽ ഡെപ്ത് ക്യൂബ് ബൈ 12. ഓക്കെ, അതിൽ നിന്ന് ഈ രണ്ട് ഏരിയയുടെ കുറയ്ക്കണം. ആ രണ്ട് ഏരിയ എങ്ങനെ കിട്ടും? ടോട്ടൽ ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചിൽ നിന്ന് ബ്രെഡ്ത്ത് ഓഫ് വെബ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു പോർഷന്റെ ലെങ്തും ഈ ഒരു പോർഷന്റെ ലെങ്തും കിട്ടും. അതിനെ ഡെപ്ത് ഓഫ് വെബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിന്റെ ക്യൂബ് മൾട്ടിപ്ലൈ, D ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ബൈ 12. അപ്പൊ നമുക്ക് എന്നിട്ട് ഐന്റെ വാല്യൂ കിട്ടി. എല്ലാ വാല്യൂസും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I കിട്ടി. നമുക്ക് QW കണ്ടെത്താനുള്ള എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ QW സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതില് Y ബാർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫ്ലാഞ്ചിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക്, ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1050 ആയിരിക്കും. 1050 ഇതിന്റെ ഒരു ഹാഫ് കുറച്ചാൽ മതി. 25 കുറയ്ക്കുമ്പോൾ 1025 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് QW വാല്യൂ എത്ര കിട്ടി? 397.97 ന്യൂട്ടൺ പെർ mm എന്ന് കിട്ടി. ഈ വാല്യൂവും നമ്മുടെ സ്ട്രെങ്ത് ഓഫ് വെൽഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ മീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ഇതാണ്. നമ്മുടെ IS കോഡിൽ പേജ് നമ്പർ 78 10.5.7.11 അതിന്റെ കണ്ടീഷൻ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇത് സ്ട്രെങ്ത് കാണാനാണ്. അപ്പോൾ FU ഇൻറ്റു ഏരിയ മൾട്ടിപ്ലൈ ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ്, TT എന്ന് പറഞ്ഞാൽ ത്രോട്ട് തിക്നെസ്. ത്രോട്ട് തിക്നെസ് കാണാനായിട്ട് K ഇൻറ്റു S. ഇതിൽ പേജ് നമ്പർ 78 തന്നെ S എന്ന് പറയുമ്പോൾ ഷേപ്പ് ഓഫ് സൈസ് ഓഫ് വെൽഡ് ആണ്. S സൈസ് ഓഫ് വെൽഡ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച പ്ലേറ്റിന്റെ നമ്മുടെ ഫ്ലാഞ്ചിന്റെയും വെബിന്റെയും വലിയ വാല്യൂ ഏതാണ്? തിക്നെസ് വലിയ വാല്യൂ ഏതാണ്? 16 ഉണ്ട്, 50 ഉണ്ട്. വലിയ വാല്യൂ 50 ആണ്. അപ്പൊ ഈ റേഞ്ചിനകത്താണ് തിക്നെസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് ഓഫ് വെൽഡ് അല്ലെങ്കിൽ സൈസ് ഓഫ് വെൽഡ് 8ന്റെയും 10ന്റെയും 8 അല്ലോ 10 ഉപയോഗിക്കാം. നമ്മൾ എന്തോ ഉപയോഗിച്ചിരിക്കുന്നത്? 10 എടുത്തു. ഓക്കെ, S 10 എടുത്തു. സെയിം പേജില് ബോട്ടമായിട്ട് Kന്റെ വാല്യൂ ആംഗിൾ അനുസരിച്ച് Kന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 90 ഡിഗ്രി ഒക്കെ എടുത്തു, Kന്റെ വാല്യൂ 0.7 എടുത്തു. അപ്പൊ നമുക്ക് ത്രോട്ട് തിക്നെസ് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. FU എന്ന് പറയുന്നത് 410 ആണ്. FE 410, അതില് 410 ആണ് നമ്മുടെ FU അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇപ്പോൾ നമുക്ക് FW എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിന്റെ വാല്യൂ 1325.6 ന്യൂട്ടൺ പെർ mm എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ QW which is less than എന്താണ്? FW ആണ്. അപ്പം നമ്മുടെ സ്ട്രെങ്ത് ഓഫ് വെൽഡ്, നമ്മുടെ വെൽഡിന്റെ സ്ട്രെങ്ത് എന്താണ്? പക്കയാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? അതിന്റെ കണക്ഷൻ എന്താണ്? ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ചെക്ക് ഫോർ ബിയറിംഗ് ആണ്. പേജ് നമ്പർ 67 ക്ലോസ് 8.7.4 പറയുന്നുണ്ട്. ഇപ്പോൾ FW എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ കപ്പാസിറ്റി ഓഫ് വെബ് കണക്ഷൻ ആണ്. അത് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B1 + N2 × TW × FW by gamma m0. അതിൽ N2ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2.5 × തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. 2.5 × 50 is 125 mm. സോ ഇനി B1 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിഫ് ബിയറിംഗ് ലെങ്ത് ആണ്.
അത് പേജ് നമ്പർ 65 അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BF മൈനസ് BW/2 അത് 292 കിട്ടി. 292 കിട്ടി. സോ അതിനേക്കാൾ ചെറിയൊരു വാല്യൂ എന്താക്കി എടുത്തു, നമ്മള് B1 ആക്കി എടുത്തു. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് FWന്റെ വരെ എത്ര കിട്ടി? 1181.8 കിലോ ന്യൂട്ടൺ കിട്ടി. അത് നമ്മുടെ ഷിയർ ഫോഴ്സിനേക്കാളും കുറവാണ്, 1908നേക്കാളും കുറവാണ്. അപ്പോൾ എന്ത് വേണം? കുറവായതുകൊണ്ട് നമ്മൾ ഈ ബിയറിംഗ് കണ്ടീഷൻ ഓക്കെ അല്ല. സോ നമുക്ക് എക്സ്ട്രാ എന്ത് വേണം? സ്റ്റിഫ്നർ വേണം. സ്റ്റിഫ്നറിന്റെ ആവശ്യമുണ്ട്. ഈ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ 1181.8 നമ്മുടെ FW നമ്മുടെ ഷിയർ ഫോഴ്സിനേക്കാളും ചെറുതായത് കൊണ്ടാണ് എന്ത് വന്നത്? എക്സ്ട്രാ സ്റ്റിഫ്നർ, അഡീഷണൽ സ്റ്റിഫ്നറിന്റെ ഒരു ആവശ്യം ഇവിടെ വന്നത്. ഓക്കെ, അപ്പോ സ്റ്റിഫ്നർ ട്രൈ ചെയ്യാം. അപ്പൊ ലെറ്റസ് ട്രൈ എ 2 ഫ്ലാറ്റ് സെക്ഷൻ സ്റ്റിഫ്നർ. 2 ഫ്ലാറ്റ് പ്ലേറ്റുകളാണ് നമ്മൾ എന്താക്കി കൊടുക്കുക? സ്റ്റിഫ്നർ ആക്കി കൊടുക്കുക. സ്റ്റിഫ്നർ നമ്മുടെ വെബിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ സ്റ്റിഫ്നർ കൊടുക്കുക. അപ്പോൾ അതിന്റെ മാക്സിമം വിഡ്ത്ത് ഓഫ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് BF മൈനസ് BW/2, അപ്പോൾ 292 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ തിക്നെസ് 16 mm സ്റ്റിഫ്നർ കൊടുക്കുക. അതിന്റെ ക്ലോസ് പേജ് നമ്പർ 65 പറയുന്നുണ്ട്. അപ്പോൾ പേജ് നമ്പർ 65 പറയുന്ന ക്ലോസ് ഇതാണ്. 8.7.1.2 പറയുന്ന ഇതാണ് മാക്സിമം പെർമിസിബിൾ ഔട്ട്സ്റ്റാൻഡ്. അപ്പൊ മാക്സിമം പെർമിസിബിൾ ഔട്ട്സ്റ്റാൻഡ് എന്ന് പറയുന്നത് 20 TQ എപ്സിലോൺ ആണ്. TQ എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് നമ്മുടെ എന്താണ്? സ്റ്റിഫ്നർ ആണ്. അത് നമ്മുടെ തിക്നെസ് ഓഫ് വെബായിട്ട് തന്നെ എടുത്തു, 16 തന്നെ എടുത്തു. അപ്പോൾ 20 × 60 × 1 320 mm. ഇനി മാക്സിമം എഫക്റ്റീവ് ഔട്ട്സ്റ്റാൻഡ് എന്ന് പറയുന്നത് 14 TQ എപ്സിലോൺ ആണ്. അപ്പോൾ 14 × 60 × 1 224 mm. അപ്പോൾ നമുക്ക് എന്താക്കി എടുക്കാം? BS ബ്രെഡ്ത്ത് ഓഫ് സ്റ്റിഫ്നർ എന്താക്കി എടുത്തു? ഈ വാല്യൂന് എടുത്തു 14 TQ എപ്സിലോൺ 224 mm. ഇത് നമ്മുടെ പേജ് നമ്പർ 65 ക്ലോസിൽ പറയുന്ന രീതിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റിഫ്നർ കിട്ടി 224 × 16 mm ഓൺ ഈച്ച് സൈഡ്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് നമ്മുടെ പ്ലേറ്റ് ഗേർഡർ. ഇത് നമ്മുടെ സ്റ്റിഫ്നർ, റെഡ് ആയിട്ട് കാണുന്നത് സ്റ്റിഫ്നർ ആണ്. അപ്പോൾ സ്റ്റിഫ്നർ രണ്ട് സൈഡിലും കൊടുത്തു. അപ്പോൾ സ്റ്റിഫ്നർ നോക്കിക്കോളുക. സ്റ്റിഫ്നറിന്റെ അകത്ത് നമ്മൾ ഈ 292 എന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് ആണ്. എന്ത്? 292. 600 നിന്ന് ഇത് കുറച്ചു by 2 ചെയ്യുമ്പോൾ 292. ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ സ്റ്റിഫ്നറിന്റെ ബ്രെഡ്ത്ത് മാക്സിമം എത്ര വരായിരുന്നു? 292 വരാം നമുക്ക് ഈ ഒരു സെക്ഷനിൽ. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് മാക്സിമം എത്ര വരാം? 320 വരാം. കുറഞ്ഞ എത്ര വരാവൂ? 224 വരാവൂ. നമ്മൾ എത്ര എടുത്തു? 224 എടുത്തു, അല്ലെങ്കിൽ 14 TQ എപ്സിലോൺ എടുത്തു. അങ്ങനെ സ്റ്റിഫ്നർ ഇവിടെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ്നറിന്റെ ഒരു ചെക്കാണ്. ചെക്ക് ഫോർ ബക്ലിംഗ് ഓഫ് സ്റ്റിഫ്നർ. സ്റ്റിഫ്നറിന്റെ ബക്ലിങ്ങിനെ പറ്റിയാ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വെബിനെ തിരിച്ചു വെച്ചു. വെബ് നേരത്തെ ഇങ്ങനെ ഇരുന്നത്, അതേപോലെ വെബിനെ ഇങ്ങനെ വെച്ചു. സ്റ്റിഫ്നർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഞാൻ യെല്ലോ ഷെയ്ഡ് ഇട്ടിരിക്കുന്ന ഒരു പോർഷനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു എഫക്റ്റീവ് ഏരിയ ആണ്. അപ്പോൾ സ്റ്റിഫ്നറിന്റെ എഫക്റ്റീവ് ഏരിയ AE എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ പ്ലസ് ഈ യെല്ലോ ഷെയ്ഡുള്ള ഏരിയ. ഈ യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെന്ററിൽ നിന്ന് ഈ ഇതിന്റെ ഔട്ടിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 20 TW ആണ്, അല്ലെങ്കിൽ 20 TQ എപ്സിലോൺ ആണ്. 320 mm ആണ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലോസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഇതിന്റെ ഏരിയ, അങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് ഏരിയ ഓഫ് സ്റ്റിഫ്നർ എന്ന് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ത് കിട്ടും? 16 × 22. ഇവിടെയുണ്ട്.
സോ അത് 2 into 24 into 16 പ്ലസ് ഇതിന്റെ ഈ യെല്ലോ ഷെയ്ഡിന്റെ ഏരിയ കിട്ടും 320 പ്ലസ് 320 into 16. അപ്പൊ നമുക്ക് എഫക്റ്റീവ് ഏരിയ കിട്ടി. ഓക്കെ, എഫക്റ്റീവ് ഏരിയ കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റിഫ്നറിന്റെ IXX ആണ് കാണാൻ പോകുന്നത്. IXXന്റെ ഇക്വേഷൻ എന്താണ്? BD ക്യൂബ്. ഇപ്പം നമ്മൾ റെക്ടാങ്കിൾ അല്ലേ, സോ ഒരു റെക്ടാങ്കിളിന്റെ എന്താണ് BD ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ ഇൻറ്റു H സ്ക്വയർ ആണ്. അപ്പോൾ BD ക്യൂബ് ബൈ 12 BD ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ 16 into 24 ഇൻറ്റു H സ്ക്വയർ എന്ന് പറയുമ്പോൾ 16/2 പ്ലസ് 224/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1331.01 × 10⁴ mm⁴ എന്ന് കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ റൂട്ട് ഓഫ് IXX/A. I അറിയാം, A അറിയാം. നമുക്ക് ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്ര കിട്ടും? 87.47 mm എന്ന് കിട്ടും. 87.47 mm എന്ന് കിട്ടും. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ ഈക്വൽ ടു KL/R. ഇതിൽ കെയിന്റെ വാല്യൂ 0.7 ആണ്. ടോട്ടൽ റിസ്ട്രെയിൻഡ് ആയതുകൊണ്ട് കെയിന്റെ വാല്യൂ 0.7. എൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ഡെപ്ത് ഓഫ് വെബ് വരെയാണ്. കാരണം വെബിലേക്ക് ആണല്ലോ നമ്മുടെ സ്റ്റിഫ്നർ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലിന്റെ വാല്യൂ 2000/R. അപ്പൊ ലാംഡയുടെ വാല്യൂ 16 mm എന്ന് കിട്ടി. അപ്പോൾ ലാംഡയുടെ വാല്യൂ 16 mm, F5യുടെ വാല്യൂ 250 Nm². വെൽഡഡ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ബക്ലിംഗ് ഗ്ലാസ് എന്താണ്? C ആണ്. അപ്പോൾ നമ്മുടെ IS കോഡിലെ പേജ് നമ്പർ 42 ഒരു ടേബിളാണ്, വലിയ ടേബിളാണ്. ആ ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് എന്ത് കണ്ടെത്തും? FCD കണ്ടെത്തി. അതിന്റെ വാല്യൂ 225.2 Nm/mm² ആണ്. ഈ ഒരു വാല്യൂ അതിൽ പക്കയായിട്ട് കൊടുത്തിട്ടില്ല, അത് നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടെത്താം. അപ്പൊ ഇന്റർപോളേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോ നമുക്ക് നമ്മുടെ ലാംഡയുടെ വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ FCയുടെ വാല്യൂ 227 ആണ്. അത് ഈ വാല്യൂ കോഡിലുള്ളതാണ്, അല്ലെങ്കിൽ ആ ടേബിളിലുള്ളതാണ്. അതുപോലെ നമ്മുടെ ലാംഡയുടെ വാല്യൂ 20 ആണെന്നുണ്ടെങ്കിൽ FCD 224 കറസ്പോണ്ട്സ് ടു ദിസ് വാല്യൂസ് കറസ്പോണ്ട്സ് ടു FY 250 Nm². അപ്പോൾ നമ്മുടെ വാല്യൂ 16 ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ കണ്ടെത്താം. ജസ്റ്റ് ഒന്ന് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടെത്തുക. നമുക്ക് FCയുടെ വാല്യൂ 225.2 Nm/mm² എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ബക്ലിംഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PD = ഏരിയ ഓഫ് സ്റ്റിഫ്നർ ഇൻറ്റു കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ FCD. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വാല്യൂ 3920 kN എന്ന് കിട്ടി. അത് നമ്മുടെ എന്തിനേക്കാളും കൂടുതലാണ്? നമ്മുടെ ഷിയർ ഫോഴ്സിനേക്കാളും 1908 കൂടുതലാണ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഓക്കെ ആണ്, സേഫ് ആണ്. നമ്മുടെ സ്റ്റിഫ്നർ ബക്ലിംഗ് ഓക്കെ ആണ്. അപ്പോൾ സ്റ്റിഫ്നർ ഈസ് സേഫ് ഇൻ കംപ്രഷൻ. ഇനി ലാസ്റ്റ് വരുന്നത് എൻഡ് സ്റ്റിഫ്നർ കണക്ഷൻ. എൻഡ് സ്റ്റിഫ്നർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡും സ്റ്റിഫ്നറും തമ്മിലുള്ള എന്താണ്? ഒരു വെൽഡഡ് കണക്ഷന്റെ ഒരു കണ്ടീഷൻ ചെക്ക് മാത്രമാണ്. സോ ഇവിടെയും സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ മീറ്റർ ലെങ്ത് ഞാൻ FY പെർ മീറ്റർ ലെങ്ത്, എഫക്റ്റീവ് ലെങ്ത് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അതേപോലെ തിക്നെസ് ഓഫ് ത്രോട്ടിക് തിക്നെസ് കെയിന്റെ വാല്യൂ 0.7 ആക്കി എടുത്തു. എസിന്റെ വാല്യൂ 7 ആണ്. ടേബിൾ റെഫർ ചെയ്താണ് ഞാൻ 7 എടുത്തത്. ത്രോട്ട് തിക്നെസിന്റെ വാല്യൂ 4.9 mm എന്ന് കിട്ടി. FU അറിയാം, √3 γW അറിയാം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ FWന്റെ വാല്യൂ 927.9 Nm/m എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ഷിയർ കപ്പാസിറ്റി ആണ്. ഷിയർ കപ്പാസിറ്റി പേജ് നമ്പർ 32 6.3.1 കണ്ടീഷൻ ആണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കണ്ടീഷൻ ഇതാണ്. ഷിയർ കപ്പാസിറ്റി TDN, ഡിസൈൻ ഷിയർ കപ്പാസിറ്റി. അപ്പോ FU 0.3 into നെറ്റ് ഏരിയ ബൈ γm1. അത് നമ്മൾ പേജ് നമ്പർ 30 എടുക്കുന്നതാണ് γm1ന്റെ വാല്യൂ. അപ്പൊ നമുക്ക് 0.9 നെറ്റ് ഏരിയ എന്താണ്? സ്റ്റിഫ്നറിന്റെ ഏരിയ ആണ്. 224 into 16. എഫിന്റെ വാല്യൂ 410. γm1ന്റെ വാല്യൂ പേജ് നമ്പർ 30 നോക്കി റെഫർ ചെയ്തെടുക്കുക. അത് നമുക്ക് വെൽഡഡ് കണക്ഷൻ 1.25 എന്ന് കിട്ടും.
സോ TDN എന്ത് കിട്ടി? 1057.9 കിലോമീറ്റർ കിട്ടി. അപ്പൊ TDN പെർ ലെങ്ത് പെർ മീറ്റർ ലെങ്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ 2 തന്നെ, കാരണം സ്റ്റിഫ്നർ രണ്ട് സൈഡിലും ഉണ്ട്, അതുകൊണ്ടാണ് 2 കൊണ്ട് രണ്ട് സൈഡ് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് വന്നത്. ഇപ്പോൾ 295.2 കിലോമീറ്റർ പെർ മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ കണ്ടീഷൻ എന്താണ്? TDN പെർ മീറ്റർ ലെങ്ത് ഈസ് ലെസ് ദാൻ FW ഫോർ മീറ്റർ ലെങ്ത്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഇപ്പോൾ കിട്ടിയത്. ഈ കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പോൾ കണക്ഷൻ സേഫ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു പ്ലേറ്റ് ഗാർഡർ എന്താണ്, പ്ലേറ്റ് ഗാർഡറിന്റെ ഒരു ഡിസൈൻ പ്രോബ്ലം, ഇന്റർമീഡിയറ്റ് സ്റ്റിഫ്നർ അല്ലാണ്ട് എൻഡ് സ്റ്റിഫ്നസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം, ഡിസൈൻ പ്രോബ്ലം കൂടെ നോക്കി. അപ്പോൾ താങ്ക് യു.